കനേഡിയൻ പ്രവിശ്യയായ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് അല്ലെങ്കിൽ PEIയിൽ 2025 ഗവൺമെന്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു മികച്ച അവസരം തന്നെയാണ്. കൂടാതെ ഈ ഒരു അവസരം അന്തർദേശീയ വിദ്യാർത്ഥികൾക്കും സമീപകാല ബിരുദധാരികൾക്കും പ്രവിശ്യ ഗവൺമെന്റിനുള്ളിൽ പ്രവർത്തിച്ച ആളുകൾക്കുമുള്ളതാണ്. ഒരു വർഷത്തെ താൽക്കാലിക ജോലി അസൈൻമെന്റായ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് വിവിധ PEI സർക്കാർ വകുപ്പുകളിൽ വൈദഗ്ധ്യം വളർത്തിയെടുക്കാനും പ്രൊഫഷണൽ അനുഭവം നേടാനുമുള്ള അവസരമാണ് നൽകുന്നത്. പ്രിൻസ് എഡ്വേർഡ് ദ്വീപിന്റെ അഭിപ്രായത്തിൽ ഇന്റേണുകളെ അവരുടെ കരിയർ വളരാൻ സഹായിക്കുന്നതിനായി വർക്ക്ഷോപ്പുകൾ, നെറ്റ്വർക്കിംഗ് ഇവന്റുകൾ, മറ്റ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് തുടങ്ങിയവയും പ്രോഗ്രാം നൽകുന്നുണ്ട്. PEI ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്നത് 2025 മെയ് മാസത്തിൽ ആരംഭിക്കുകയും ഒരു വർഷത്തേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇന്റേണുകൾക്ക് ഒന്നിലധികം സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്യാനും വർക്ക്ഷോപ്പുകളിലും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാനുമുള്ള അവസരവും നൽകുന്നുണ്ട്. കരിയർ പ്ലാനിംഗ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ്, ഇക്വിറ്റി, ഡൈവേഴ്സിറ്റി, ഇൻക്ലൂഷൻ എന്നിവയെക്കുറിച്ചുള്ള പരിശീലനം, ജോലിസ്ഥലത്തെ വംശീയത എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ നെറ്റ്വർക്കിംഗ് സർക്കാർ പ്രൊഫഷനുകൾക്കായി ബന്ധപ്പെടാൻ ഇന്റേണുകളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുസേവന മേഖലയിൽ വിലപ്പെട്ട ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക, സർക്കാർ ജോലികൾക്കുള്ള യോഗ്യത മനസ്സിലാക്കാനും പൊതുസേവനത്തിലെ ഭാവി അവസരങ്ങൾ നാവിഗേറ്റ് ചെയ്യാനും ഇന്റേണുകൾക്ക് പിന്തുണയും ലഭിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള യോഗ്യതയും അപേക്ഷാ ആവശ്യകതകളും എങ്ങനെയാണെന്ന് നോക്കാം. പ്രോഗ്രാമിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ കഴിഞ്ഞ 36 മാസത്തിനുള്ളിൽ പോസ്റ്റ് സെക്കൻഡറി പ്രോഗ്രാം കഴിഞ്ഞിരിക്കണം. കൂടാതെ ഉദ്യോഗാർത്ഥികൾ കനേഡിയൻ പൗരന്മാരോ സ്ഥിര താമസക്കാരോ കനേഡിയൻ വർക്ക് പെർമിറ്റിന് യോഗ്യരായതോ ആയിരിക്കണം. കൂടാതെ ഈ ഒരു ആവശ്യകതകൾ നിറവേറ്റുന്ന അന്തർദേശീയ വിദ്യാർത്ഥികളെ അപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ നിലവിൽ ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു വരികയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക PEI ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇന്റർവ്യൂ 2025 മാർച്ച് 4-5 തീയതികളിലാണ് നടക്കുക. ഇന്റേൺഷിപ്പ് പ്രോഗ്രാം 2025 മെയ് മാസത്തിലാണ് ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷകർക്ക് ഔദ്യോഗിക PEI ഇന്റേൺഷിപ്പ് പ്രോഗ്രാം പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കും. അതേസമയം ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനായി കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാനായി കണ്ടെത്തിയാണ് സർക്കാർ സ്വീകരിച്ച നടപടിയിൽ ചില ഇളവുകൾ വരുത്തുമോ അല്ലെങ്കിൽ തീരുമാനവുമായി മുന്നോട്ട് തന്നെ പോകുമോ എന്ന ചർച്ചകളാണ് നിലവിൽ നടക്കുന്നത്. ജനസംഖ്യാ വളർച്ച താൽക്കാലികമായി കുറയ്ക്കുന്നതിനായാണ് ഇമിഗ്രേഷൻ 11 പ്ലാൻ കാനഡ ഫെഡറൽ സർക്കാർ ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഫലമായി 2025-ലും 2026-ലും ജനസംഖ്യയിലും കുറവ് സംഭവിക്കുമെന്നാണ് കരുതുന്നത്.